Hello guys, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മാംഗോ പുഡിംഗ് റെസിപ്പി വീഡിയോ ആണ്. So without any further ado, let's get into the video. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന പാലിൽ നിന്ന് ഒരു 1 ഗ്ലാസ് പാല് മാറ്റി വെക്കുക. അതിലേക്ക് നമ്മൾ 2 to 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. കസ്റ്റാർഡ് പൗഡർ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ് കേട്ടോ, മാർക്കറ്റിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ മാറ്റി വെച്ചാൽ അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു 3 to 5 minutes മാക്സിമം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക തണയാൻ വേണ്ടിയിട്ട്. ഈ നേരം കൊണ്ട് നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോസ് എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് കുറച്ച് മാറ്റി വെക്കട്ടെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് ബാക്കിയുള്ള പീസ് ഫുള്ള് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കണ്ടൻസ് മിൽക്ക്, ഈ മാംഗോൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കാണ്ട് നല്ലപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി സിമ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ, ബ്രിട്ടാനിയൻ്റെ. ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ബ്രെഡും യൂസ് ചെയ്യാം. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ചൂടൊന്നും ആറിയിട്ടില്ല കേട്ടോ, നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ചെറിയൊരു പാർട്ടി നടക്കുന്നുണ്ടേന് വീട്ടിൽ, അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പാലിൽ മുക്കുക. എന്നിട്ട് ബേസ് ലെയറായിട്ട് ഇങ്ങനെ ഏതാണോ ട്രേ എടുക്കുന്നത് അതിൽ വെച്ച് കൊടുക്കുക. ഫുള്ളിങ്ങനെ കവർ. ഇനിയിപ്പോൾ ബ്രെഡാണ് എടുക്കുന്നതെങ്കിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പാലിൽ മുക്കുക. എന്നിട്ട് നമ്മൾ ട്രേ ഏതാണോ അതിൽ ബേസ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ലോണം ഒഴിച്ചു കൊടുത്തോളൂ. ബിസ്ക്കറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. തേർഡ് ലെയറായിട്ട് വരുന്നത് നമ്മളെ മാംഗോ പൾപ്പാണ്. അതും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി വീണ്ടും സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ മാംഗോ പൾപ്പും കൂടി ആഡ് ചെയ്താൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. പിന്നെ ഗാർണിഷ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോസും നട്ട്സൊക്കെ ഇട്ടിട്ട് ഗാർണിഷും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. ജലാറ്റിനും ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 8 hours മിനിമം റെഫ്രിജറേറ്ററിൽ വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, റെഫ്രിജറേറ്ററിൽ വെക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ, മഅസ്സലാമ.